വളരെ സോഫ്റ്റാണ്. നോക്കി രണ്ട് വശവും കണ്ടോ, അകം കണ്ടോ? വെരി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചക്കപ്പഴം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോണ്ടിനെൻ്റൽ ഡിഷാണ്. അത് നമ്മുടെ സ്റ്റൈലിലത് ചക്കപ്പഴം ചേർത്ത് മാറ്റാൻ പോവുകയാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിനും ബ്രഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വരിക്കച്ചക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചേക്കാണ്. 1 കപ്പോളം ഉണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ തിളപ്പിച്ച പാല് അതും 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, ഒരുപാട് വേണ്ട, അല്പം, അതും കൂടി ചേർത്തു. പിന്നെ വേണ്ടത് നമുക്ക് മധുരം വേണമല്ലോ പാൻകേക്കിന്. 1 ടേബിൾ സ്പൂൺ ഷുഗർ. കൂടുതൽ ആവശ്യമുള്ളവർ വേണേൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ചക്കപ്പഴമായതുകൊണ്ട് അതിൻ്റെയും മധുരമുണ്ട്. പിന്നെ ഉപ്പ്, അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. മിക്സ് ചെയ്തു. ഇനി ഞാൻ ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ ഉണ്ട്, അതും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ സീഡ്സ് മാത്രമാണ്. വെനില എസൻസ് ഇതിനത്ര ചേരത്തില്ല, നമ്മൾ സാധാരണ പാൻകേക്ക്സ് ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ. വരിക്കച്ചക്ക മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്നത് ഇടുകയാണ്. ഇനി കുറച്ച്, ഇതിപ്പം 1/2 ടേബിൾ സ്പൂണേ ഉള്ളൂ, വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതാണ്, റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതാണ്, അതും ചേർത്തു. ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തു. ഇനി പാല് ചേർത്ത് കുഴയ്ക്കാം. 1 കപ്പ് പാല് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുകയാണേ. ഒറ്റയടിക്കല്ല, പതുക്കെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ കൺസിസ്റ്റൻസി നോക്കണമല്ലോ. വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നുമില്ല. ചക്കയും ഏലക്കാപ്പൊടിയുടെയും ആ ടേസ്റ്റാണ്. ഇപ്പോഴേ നല്ല മണമാണ്. ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ലൂസാവണമല്ലോ, തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം. അപ്പോൾ കറക്റ്റ് 1 കപ്പ് പാല് തന്നെ വേണ്ടി വരും. തീരെ ലൂസും ആവരുത്, എന്നാൽ അത്യാവശ്യം കട്ടിയും വേണം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചെറിയ ഒരു മയം വരും. അങ്ങനെ പാൻകേക്കിൻ്റെ മിക്സ് റെഡിയായി 5 മിനിറ്റ് കഴിഞ്ഞു. മുട്ട ചേർത്തിട്ടില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ പാൻകേക്സിൽ മുട്ട ചേർക്കാറുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന പാനിലേക്ക് 1 തവി വീതം കോരി ഒഴിക്കാം. ആദ്യം ഒന്ന് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കണം. ദോശ പരത്തുന്ന പോലെ പരത്തരുത്, ജസ്റ്റ് ഒന്ന് ഇടാനേ പാടുള്ളൂ. തീ കൂട്ടി വെക്കരുത്, ചെറിയ തീ കിടന്ന് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. വളരെ സോഫ്റ്റാണ്. പിന്നെ ചക്ക ആയതുകൊണ്ട് അല്പം വേവാൻ ടൈം എടുക്കും.
ഈ കളറാണ് നമുക്ക് കിട്ടേണ്ടത്, ഗോൾഡൻ ബ്രൗൺ കളർ. ഇനി ഈ സൈഡും കൂടെ മൂത്ത് കഴിഞ്ഞ് നമുക്ക് മാറ്റാം. നല്ല പഫ്ഡപ്പ് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഒരു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീണ്ടും ബട്ടർ ഇട്ട് കൊടുത്തു. അടുത്തൊരു തവി ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. മിനി പാൻ കേക്ക്സ് ആയിട്ടും ചെയ്യാം. അടുത്തത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആ കളറെന്ന് പറയാൻ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തല്ല, ചക്കപ്പഴത്തിൻ്റെ നിറമാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. അങ്ങനെ അവസാനത്തെ പാൻ കേക്കും ഞാൻ ഒഴിച്ച് കഴിഞ്ഞു. പ്ലേറ്റിലോട്ട് ഇങ്ങനെ അടുക്കി മോളി വെച്ചേക്ക്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്, കണ്ടോ? അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പം 8 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം ഞങ്ങൾ കഴിച്ചു. ഇതിങ്ങനെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പാനി ഒഴിച്ചാണ് കഴിക്കാൻ പോകുന്നത്. പാനി അല്ലെങ്കിൽ നമുക്ക് തേൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കൂടെ അല്പം ഒഴിച്ചു കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുക. അങ്ങനെ വരിക്കച്ചക്ക വെച്ചിട്ടുള്ള അടിപൊളി പാൻകേക്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കിത് മേപ്പിൾ സിറപ്പോ ഹണിയോ ഇതുപോലെ പാനിയോ എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അഞ്ജന, ഫുഡി ലൈഫ് സ്റ്റൈൽ. ബൈ. Mm-hmm.